ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാധകരെ, ശാന്തരാഘവൻ നിങ്ങൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന വീഡിയോ ആണ്. സജിന പൂകുറ്റി ദിയ ഈ ഒരു അപരാധം ടോപ്പിക്കിനെ പറ്റിയാണ്. എല്ലാവർക്കും ഭയങ്കര താല്പര്യമാണല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. കുറച്ചധികം ഉടായ്പകൾ, പുതിയ ഓരോ ഉടായ്പകൾ ഡെയിലി ഇങ്ങനെ സജിന വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരൻ. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ഒരു വല്ലാത്ത രീതിയിൽ ഒരു വോയിസ് റെക്കോർഡ് വന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അത് ആർക്കും അറിയത്തില്ല കേട്ടോ, വല്ലാത്ത രീതിയിലൊരു വോയിസ് റെക്കോർഡ്. ആർക്കും അറിയത്തില്ല ഇത് ആരാ റെക്കോർഡ് ചെയ്തതിനകത്ത് ആരാ സംസാരിച്ച് അറിയത്തേ ഇല്ല കേട്ടോ. വല്ലാത്ത രീതിയിലുള്ള ഒരു വോയിസ് റെക്കോർഡ്. ഇത് നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽസ് ആരെ ഇടുന്നത് എത്രയോ ഞങ്ങളുടെ വോയിസ് റെക്കോർഡ് എല്ലാം നിങ്ങൾ ചാനലിൽ ആരെ ഇടുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ലീക്കായ ഈ വോയിസ് റെക്കോർഡ് 17 വയസ്സുകാരിയായ കുട്ടിയുടെ വോയിസ് റെക്കോർഡും എന്റെ വോയിസ് റെക്കോർഡും ഇപ്പം പല ചാനലിൽ കിടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആ കുട്ടിയുടെ പേര് വരെ അതിനകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു എവിടെയെങ്കിലും ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സംഭവം നടന്നാൽ നമ്മൾ അതിജീവിത എന്നാ പറയുന്നത്. പേര് പോലും നമ്മൾ ആരുടെയും പറയില്ല. പിന്നെ ഇത് കേസ് നടക്കുന്ന സബ്ജക്റ്റ് ആയതുകൊണ്ട് ഞാൻ ഈ കാര്യം പോലും ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഇത് തെളിവിന് വേണമെങ്കിൽ അന്ന് എടുത്തിടാം, എവിടെ വേണമെങ്കിലും എനിക്ക് വീഡിയോ എടുത്തിടാം. പക്ഷെ എനിക്കിത് കേസ് നടക്കുന്നതുകൊണ്ട് ഇത് ഇങ്ങനത്തെ ഒരു ലീഗൽ വശത്തിൽ ഇങ്ങനെ ചെയ്തുകൂടാ എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിത് പ്ലേ ചെയ്യാത്തതും അല്ലെങ്കിൽ മറ്റുള്ളവർ കേൾപ്പിക്കാഞ്ഞതും. ഇത് എന്റെ വിശ്വാസത്തോടെ ഞാൻ 2 ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എന്റെ പോലീസ് നോട്ട് ദ പോയിന്റ്, ഓക്കെ, നോട്ട് ദ പോയിന്റ്. വ്യവസ്ഥ മനസ്സിലാക്കാൻ ഇതാണ് സംഭവം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ അവരും അത് തന്നെ അവരുടെ ലീഗൽ വശം അവർക്ക് അറിയാവുന്നതുകൊണ്ട് ആ ചാനലുകാർ ഇട്ടിട്ടില്ല. അവരും അത് പറയുന്നുണ്ട്. ഇവരെ പെരുങ്കള്ളി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ഇവരിപ്പോൾ ഒരു വോയിസ് റെക്കോർഡിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ജൂൺ 19 ഈ ഫിറോസ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വോയിസ് റെക്കോർഡ് ഒരു ചാനലിൽ കൂടെ പുറത്തു വന്നിരുന്നു. ആ വോയിസ് റെക്കോർഡിനകത്ത് ആ പെൺകുട്ടിയുടെ പേര് സഹിതം വെച്ചിട്ടാണ് പുറത്തു വന്നത്. അത് പല യൂട്യൂബേഴ്സും, ഞാൻ അടക്കമുള്ള യൂട്യൂബേഴ്സ് എൻ്റെ ചാനലിൽ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വോയിസ് റെക്കോർഡിനകത്ത് പെൺകുട്ടിയുടെ പേര് പറയുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ആ പെൺകുട്ടിയുടെ വോയിസ് മോഡുലേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും അതിൻ്റെ ഐഡന്റിറ്റി ഒരു തരത്തിലും പുറത്തു പോകാത്ത രീതിയിലാണ് ഞാൻ ആ വോയിസ് റെക്കോർഡ് എൻ്റെ ചാനലിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ വോയിസ് റെക്കോർഡ് പല ആളുകൾക്കും സപ്ലൈ ചെയ്തത് ആരാണ്? ഈ സ്ത്രീയാണ്, സജിനയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇവരുടെ കയ്യിൽ നിന്നാണ് അത് പോയിരിക്കുന്നത്. ഇവരുടെ വീഡിയോയിൽ തന്നെ ഇപ്പൊ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, 1-2 ആൾക്കാരെ ഞാൻ കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ പല ആളുകൾക്കും ഇവരെ അയച്ചു കൊടുത്തിട്ടുമുണ്ട്. ഇവരുടെ ഫോണിലുള്ള ഒരു വോയിസ് റെക്കോർഡ് ഇവർ അയച്ചു കൊടുക്കാതെ എങ്ങനെ മറ്റൊരു വ്യക്തിയുടെ കയ്യിലെത്തും? അങ്ങനെ പോലും ചെയ്യുന്നത് കുറ്റകരമാണ്. അന്നേരം ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി മറ്റുള്ളവർ അറിഞ്ഞോട്ടെ എന്നാണോ? നീ ആ വോയിസിനകത്ത് പറയുന്നുണ്ടല്ലോ, ഒരു കാരണവശാലും ഇത്തേ നിനക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ ഗ്യാരണ്ടിയാണ്, ഒരു കാരണവശാലും എൻ്റെ കയ്യിൽ നിന്ന് സാധനം പുറത്തു പോകത്തില്ലെന്ന് ആ പെണ്ണിന് വാക്ക് കൊടുത്തിട്ട് നാണം കെട്ട നാറിയ പ്രവർത്തിയല്ലോ ചെയ്തത്. എന്നിട്ട് വന്ന് ഉളുപ്പില്ലാതെ വന്നിരുന്നിട്ട് അയ്യോ ഉളുപ്പിന് വരെ നിന്റെ മുന്നിലെങ്ങാണ് ഉളുപ്പ് വന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ ചേച്ചി എന്നും പറഞ്ഞ് തൊഴുത് കുമ്പിട്ടിട്ട് പോകും. ഉളുപ്പിന് പോലും ഉളുപ്പ് വന്ന് തൊലി ഒരിഞ്ഞ് കൊണ്ടവരടങ്ങിപ്പോവും. അമ്മാതിരി അയ്യോ സൂപ്പർ. നിങ്ങൾ അറ്റ്ലീസ്റ്റ് ആ വോയിസ് മറ്റൊരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് ആ പേരെങ്കിലും ഒന്ന് മറയ്ക്കാൻ അല്ലെങ്കിൽ ആ ഭാവമെങ്കിലും ഒന്ന് കട്ട് ചെയ്ത് കളയാനുള്ള ഒരു മിനിമം സെൻസ് എങ്കിലും നിങ്ങൾക്ക് ഉണ്ടായോ? ഇല്ലല്ലോ. എന്നിട്ട് വന്നിരുന്ന് മെഴുകുകയാണ്. അത് പിന്നെ സ്ഥിരമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഓരോ ദിവസം കൂടുതോറും കള്ളങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടി വരികയാണ്. ഒരു കള്ളം മറയ്ക്കാൻ വേണ്ടി മറ്റൊരു കള്ളം, അത് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഇപ്പം ബുർജ് ഖലീഫയുടെ ഹൈറ്റ് വരെ ആയിട്ടുണ്ട് ആ കള്ളങ്ങൾ. അതും കഴിഞ്ഞ് പോകുന്ന തോന്നുന്നു. ബുർജ് ഖലീഫയൊന്നും അല്ല, സജിനയുടെ കള്ളങ്ങളുടെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ പിടിച്ച മീറ്ററിന് ഒന്നും അങ്ങോട്ട് മാറില്ല കേട്ടോ. അവിടെ തന്നെ നിന്നോണം. ഈ സാധനവും മിസ്സായത് തികച്ചും ദിയാസനയുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പല യൂട്യൂബ് ചാനലിലും കയ്യിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേഷനിൽ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ പല തെളിവ് സഹിതം പല കാര്യങ്ങളും ദിയാസനയുടെ കയ്യിലുണ്ട്. ഞങ്ങൾ തന്നെ അവിടെ നിന്ന് ഞങ്ങൾ അവിടെയും ഇവിടെയും നിന്ന് കളിച്ച് ഞങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സിറ്റുവേഷനിൽ പോലും വെൽ പ്ലാൻഡ് ആയിട്ടാണ്, ഫുൾ റെക്കോർഡ് ചെയ്യിച്ചിട്ടാണ് ഇതെല്ലാം പറയിപ്പിച്ച് വെളിയിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്നെ ട്രിഗർ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയും, ഞാൻ ഓരോന്ന് പറയും. അപ്പൊ അത് കേൾപ്പിച്ച് അദ്ദേഹത്തിനെ കേൾപ്പിക്കും. അപ്പൊ അയാൾക്ക് ട്രിഗർ ചെയ്തിട്ട് അയാൾ അത് അടുത്ത പുള്ളി വന്ന് അടുത്ത വോയിസ് റെക്കോർഡ് ഇറക്കും. ഇങ്ങനെ അങ്ങനത്തെ വോയിസ് റെക്കോർഡുകളൊക്കെ ഇറങ്ങുന്നതിന്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കുക, തികച്ചും ദിയാസനയുടെ കാര്യങ്ങൾ മറപ്പിക്കാൻ വേണ്ടിയിട്ട്. മറയ്ക്കാൻ അതും ദിയാസനയുടെ തലയിലോട്ടങ്ങിട്ട് എന്നിട്ട് മുങ്ങാനുള്ള പരിപാടിയാണ്. ആ വോയിസ് പുറത്തു വന്നത് ഷെഫീനയുടെ ചാനലിൽ കൂടാണ്. അത് അവിടെ നിന്നാണ് ബാക്കിയുള്ള എല്ലാവരും അത് എടുത്തുകൊണ്ട് പോയത്. ഞാനടക്കം ആ സ്ക്രീൻ റെക്കോർഡ് ചെയ്തത് പുള്ളിക്കാരത്തിൻ്റെ ചാനലിൽ നിന്നാണ്. അവർക്ക് ദിയാസന ഒരിക്കലും
അയച്ചു കൊടുക്കൂല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കീരിയും പമ്പ് പോലെയുള്ള രണ്ട് വ്യക്തികളാണ്, തമ്മിൽ കണ്ട ഇടിക്കും എന്നുള്ള സെറ്റപ്പ് നിൽക്കുന്ന വ്യക്തികളാണ്. രണ്ട് വ്യക്തികളാണ് ദിയാസന ആൻഡ് ഷെഫീന ബീവി. അപ്പം ഒരു രീതിയിലും ആ ഒരു വോയിസ് ദിയാസന ഷെഫീന ബീവിക്ക് അയച്ചു കൊടുക്കാനുള്ള സാധ്യതയേ ഇല്ല. അപ്പൊ പിന്നെ അത് ആരാണ് അയച്ചു കൊടുത്തത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. കോമൺ സെൻസ് മതി. എന്നിട്ട് നീ വന്നിരുന്ന് ഇങ്ങനെ നാടകം കളിക്കല്ലേ സജിനെ. ഇവർ തന്നെ ഈ വീഡിയോയിൽ വാഗോണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല ആളുകളെയും കേൾപ്പിക്കുകയും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെന്ന്. ഇതിപ്പോ കേസാവും. പോഷ്കോ ആണ്, പോഷ്കോ. മനസ്സിലായപ്പോഴത്തേക്ക് ഇത് റൂട്ട് തിരിക്കാനുള്ള പരിപാടിയാണ്. പുതിയ അടവായിട്ട് ഇറങ്ങിയേക്കാമോള്. നിങ്ങൾ മന്ദബുദ്ധിയാണ്, എനിക്കത് മനസ്സിലാവാത്തത്. ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണ്, വായിട്ട് കള്ളം പറയുന്നത് പോലല്ല. ഏത് ഡിവൈസിൽ നിന്ന് വെച്ചാണ് ഇത് റെക്കോർഡ് ചെയ്തത്, ആര് എങ്ങോട്ടാണത് അയച്ചത് എന്നൊക്കെ പോലീസ് അന്വേഷിച്ച് വന്നാൽ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും. നിങ്ങൾ വായിട്ട് നാക്കടിച്ച് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പോലെ ഈ ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. നശിപ്പിച്ച് കളയാം. ചിലപ്പോൾ ഫോണൊക്കെ എടുത്ത് കൊണ്ടുപോയി ക്ലോസറ്റിലിട്ട് വെള്ളം ഒഴിച്ച് കക്കൂസി തള്ളിക്കളയും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാതെ വന്നിരുന്നിട്ട് പൊട്ടത്തരം വിളിച്ചു പറയാണ്. എന്തിനു വേണ്ടിയിട്ട്? ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിവരവും ബോധവും ഇല്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് പ്രൂഫ് വെച്ച് തെളിയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഓൾറെഡി അറിയാം അതൊന്നും ഇല്ലെന്ന്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ല കേട്ടല്ലോ. എല്ലാ ആൾക്കാർക്കും അത് മനസ്സിലായിട്ടുള്ളതുമാണ്. ദിയാസന ഇപ്പൊ കുറെ ഡേറ്റിന്റെ കുറെ സംഭവങ്ങൾ ഞാൻ പറഞ്ഞു, ദിയ നീ എന്റെ വീട്ടിൽ വന്നിട്ടില്ല, ശരി സമ്മതിച്ചു, തീർന്നില്ലേ? പക്ഷെ നീ ടെസ്റ്റ് ചെയ്യൂ. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, നീ ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ നിമിഷം വന്ന് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയക്ക് ഒരു വിശ്വാസം ഇല്ലേ? ദിയാസന ടെസ്റ്റ് ചെയ്യണം, അതിന്റെ റിപ്പോർട്ട് പബ്ലിക്കിൽ കാണിക്കണം എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്തിനിങ്ങനെ ഡിഫെൻഡ് ചെയ്യണം? ദിയ പല പല കാരണങ്ങൾ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്. ആദ്യം നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇതുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ഫേക്ക് ആണെന്ന് പറയും, നിങ്ങളത് വിശ്വസിക്കില്ല എന്ന്. പിന്നീട് വന്ന് നിങ്ങൾ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ പൂക്കുറ്റി കേരളത്തിലുള്ള എല്ലാ ക്ലിനിക്കിലും പിടിപാടുണ്ട്. പൂക്കുറ്റി തന്റെ റിപ്പോർട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് അത് പോസിറ്റീവ് ആക്കി തരുമെന്ന്. പിന്നീട് ഇപ്പോൾ നിങ്ങൾ വന്ന് പറയുന്നു ഷെഫീന ബീവി വന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പോയി ചെക്ക് ചെയ്യത്തുള്ളൂ. അങ്ങനെ പല രീതിയിലുള്ള മുടന്ത ന്യായങ്ങളാണ് പറയുന്നത്. നിങ്ങൾ പോയി നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാൻ വേണ്ടി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കാണിക്കുക. എന്തിനെത്ര ബുദ്ധിമുട്ട് എന്താണ്? കഴിഞ്ഞ ദിവസം പുള്ളിക്കാരത്തി ഒരു വീഡിയോക്കകത്ത് ഇവർ ഈ പറയുന്ന ഡേറ്റിൽ 15-ാം തീയതി ഫെബ്രുവരി 15-ാം തീയതി വേറൊരു സ്ഥലത്തായിരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ തെളിവൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. സീരിയസ്ലി ആ ഒരു തെളിവ് കണ്ടപ്പോൾ അത് ഫാബ്രിക്കേറ്റഡ് ആണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രമല്ല, ആ വീഡിയോ കണ്ട് പല ആളുകൾക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കും. അതിനു മുമ്പ് സജിനയുടെ ഒരു കാര്യം പറയണം. സജിന വന്ന് ഭയങ്കര കാര്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഞാൻ ടെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സബ്സ്ക്രൈബർ, നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രോ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. ആ പുള്ളിക്കാരൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്കും അത് ശരിയാണെന്ന് തോന്നി. കാര്യം സജിന കുറച്ച് നാൾക്ക് മുമ്പ് പ്രഗ്നന്റ് ആയിരുന്നു, 8-9 വീക്ക് പ്രഗ്നന്റ് ആണ്. ഇപ്പം നിലവിൽ പ്രഗ്നന്റ് ആണോ നോ ഐഡിയ. വാട്ട് എവർ, എന്താണെങ്കിലും ഈ അടുത്ത സമയത്ത് പുള്ളിക്കാരത്തി പ്രഗ്നന്റ് ആയിരുന്നു. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഒരു സ്ത്രീയും ഡ്രഗ്സ് കഴിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്ത് സജിന ഈ സാധനം വലിച്ചു കയറ്റാനുള്ള സാധ്യത ഇല്ല. ഇനി അങ്ങനെ അത് യൂസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് അത് ചിലപ്പം അവോയ്ഡ് ആക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിക്കൂടെ സജിനയ്ക്ക് ഇത്ര കോൺഫിഡൻസ് എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഈ പറയുന്നത് ചെറിയൊരു ശരി ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങനെ ആണോ എന്ന്. അതുകൊണ്ടാവാം സജിന ഇങ്ങനെ വന്ന് വെല്ലുവിളിക്കുന്നു. മനസ്സിലായോ? ഇനി ദിയാസനയുടെ വീഡിയോയിലോട്ട് പോവാം. ദിയാസന കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോ 15-ാം തീയതി എവിടെ ആയിരുന്നു എന്നുള്ള വീഡിയോ. ആ വീഡിയോ ഞാനൊന്ന് വെക്കാം, നിങ്ങളൊന്ന് കാണും. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പറയാനുണ്ട്, അത് കേട്ടിട്ടേ പോവാളൂ. ഓക്കെ, ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോൾ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജിനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജിന അറിയില്ല എന്ന് പറയരുത്, സജിനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജിന ഇവിടെ വന്നിട്ടുണ്ട്, സജിനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവര് പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. ടൈം നോട്ട് ചെയ്തോ, 12-നും 12:30-ക്കും ഇടയ്ക്കും. അപ്പം 12-നും 12:30-ക്കും ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ഗ്യാപ്പ്. ആ അരമണിക്കൂർ ഗ്യാപ്പിൽ സജിന എവിടെ ആയിരുന്നു എന്ന്, സോറി ദിയാസന എവിടെ ആയിരുന്നു എന്ന് ഇപ്പൊ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ, നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇക്ക പറയും. നമസ്കാരം, എന്റെ പേര് ജലീൽ എന്നാണ്. ഞാൻ ഈ വെഞ്ഞാറമൂട് സ്നേഹസ്പർശം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ നടത്തുന്ന ആളാണ്. അപ്പോ
ഇന്ന് പുലർച്ചയോടുകൂടി ഞാൻ ഈ സജിന നൂറിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് കണ്ണെന്ത് ഇങ്ങോട്ട് പോകുന്ന ക്യാമറ നോക്കി പറ, കണ്ണി നോക്കി പറ. വാട്സപ്പിലേക്ക് നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഇന്ന് പുലർച്ചെയാണോ സജീന നൂറിന്റെ ഈ സാധനം കാണുന്നത്? ഇത്രയും സമയം ഉണ്ടായിട്ട് ഈ 2-ാം മാസം 2 പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം വന്നിട്ട് ഏകദേശം പിന്നെ ഒരു ദിവസം ഫുള്ള് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം അന്ന് എറണാകുളത്തോ മറ്റോ പോകാനുണ്ട്, വരുന്ന വണ്ടി എന്തോ ഡിലേ ആണെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഞാൻ വ്യക്തമായിട്ട് കാണിച്ചു തരാം. 9-ാം തീയതി 2-ാം മാസം 9-ാം തീയതി വന്നിട്ടുള്ളത് സൽമാൻ പിന്നെ മേഘ, ഇവരുടെ വിവാഹം. അപ്പം ഫെബ്രുവരി 9-ാം തീയതി വന്നതിന്റെ കാര്യമാണ് കാണിക്കുന്നത്. പക്ഷെ നമുക്ക് 9-ാം തീയതി അല്ല അറിയേണ്ടത്, 15-ാം തീയതി വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അത് ആർട്ടിസ്റ്റുകളാണ്. അതെ. പിന്നെ 2-ാം മാസം 15-ാം തീയതി ദിയാസന. ഒന്നുകൂടെ പറയിക്കാതെ. 2-ാം മാസം 15-ാം തീയതി പിന്നെ ദിയാസന. അന്ന് തലേദിവസം വാലന്റൈൻസ് ഡേ ആയിരുന്നു. അപ്പം വരാൻ പറ്റിയില്ലേക്ക, അമ്മമാരെ കാണണമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് പിന്നെ എറണാകുളത്ത് എവിടെ പോകണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് നിന്നത്. നിന്ന് പിന്നെ ഞാൻ ഉറക്കം പറഞ്ഞെന്നും പറഞ്ഞിട്ട് കയറി പോകാൻ പോയി. പിന്നെ വൈഫൊക്കെയാണ് കൂടെ ഇരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതില് 1:20 മണിയോടുകൂടി പോയി എന്നാണ് പറഞ്ഞിട്ട് കാണിച്ചേക്കുന്നത്. പിന്നെ കൂടാതെ പല സാഹചര്യത്തിലും ആർട്ടിസ്റ്റുകളെയും കൊണ്ട് വരലുണ്ട്. പിന്നെ അപ്പം ഒരു രജിസ്റ്റർ കാണിക്കുകയാണ്, അതിനകത്ത് 15-ാം തീയതി അവിടെ ദിയാസനം വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതിന്റെ കുറിപ്പ് എഴുതി വെച്ചിട്ട് പോകുന്ന ഇൻ ആൻഡ് ഔട്ട് ആ സാധനം എഴുതി വെച്ചിട്ട് പോകുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഞാനൊന്ന് കാണിക്കാം. ഇതാണ് ആ ഒരു പേജ്. ഫോൺ നമ്പറൊക്കെ ഞാൻ ഹൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുവാണെങ്കിൽ 15, 14, 15, 15, 16 ഓക്കെ, ഈ രീതിയിൽ പോയിട്ടുണ്ട്. വന്നവരുടെ പേര്, അവർ വന്ന പർപ്പസ്, ഒപ്പ്, ഇതാണ് ഈ സാധനത്തിനകത്തുള്ളത്. ഇത് കണ്ടപ്പോൾ എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നു. സംശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നോരോന്നായിട്ട് പറയാം. നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവുന്നതാണ്. ആദ്യത്തെ സംശയം, വരികൾ തമ്മിലുള്ള ഗ്യാപ്പ്. 14-ാം തീയതി എഴുതിയേക്കുന്ന ആ ഒരു സാധനം, ഇത് കഴിഞ്ഞിട്ട് ഒരു വരി ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത് എഴുതിയേക്കുന്നത്. ഓരോ ആളുകൾ വന്നതിന് ശേഷം അത് കുറിക്കുന്നത് 1-2 വരി ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് അവർ ഓരോന്നോരോന്ന് എഴുതി വെക്കുന്നത്. ഈ 14-ന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്, 15-ന്റെയോ 16-ന്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ ഈ ദിയാസന വന്നതിന്റെ ശേഷമുള്ള സ്ഥലത്ത് അവിടെ ഗ്യാപ്പ് ഇല്ല. ആ ഗ്യാപ്പ് എവിടെ പോയി? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് തൊട്ടടുപ്പിച്ച് തൊട്ട് താഴെ തന്നെ, ഒപ്പിന്റെ തൊട്ട് താഴെ കഷ്ടിച്ച് എഴുതി വെച്ചേക്കുന്നു. ഇതിന്റെയും തൊട്ട് താഴെയാണ് എഴുതി വെച്ചേക്കുന്നത്. ഗ്യാപ്പ് ഇല്ല. ഇത് കാണുമ്പം അതിന്റെ ഇടയ്ക്ക് തിരികെ കയറ്റി എഴുതി വെച്ച പോലല്ലേ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. ഇത് തോന്നാനുള്ള മറ്റു കുറെ കാരണങ്ങളോടുണ്ട്. ഇതാണ്ട് ഈ പേനയുടെ കളർ ഒന്ന് ശ്രദ്ധിച്ചോ, എഴുതി വെച്ചേക്കുന്നത് 14-ാം തീയതി നീല, 15 നീല, ദിയാസന വന്ന 15-ാം തീയതി മാത്രം കറുത്ത്. അന്തരടെ അന്ന് ദിവസം ആ 15-ാം തീയതി 2 പേന വെച്ച് നിങ്ങൾ എഴുതിയ, ഒരു പേന ആണ്ട് 15-ാം തീയതി നീല പേന്, 15-ാം തീയതി കറുത്ത പേനയും, 16-ാം തീയതി നീല പേന. അന്തരം അങ്ങനെ വന്നത് അതെനിക്ക് മനസ്സിലാവാത്തത്. സാധാരണ നമ്മൾ കണ്ട ഒരു പേന ഇവിടെ രജിസ്റ്ററിന്റെ അടുത്ത് വെച്ചിട്ട് പോകും, ഒരു നീല അല്ലെങ്കിൽ കറുപ്പ് ഇങ്ങനെ വെച്ചിട്ട് പോകും. അത് തീരുമ്പോൾ ചിലപ്പോൾ അടുത്ത പേന വെക്കും. ഇതാണ് 2 പേന എന്തിനും വെക്കാറില്ല. കാര്യം പോന്നവന്മാര് വന്ന് എടുത്തിട്ട് പോയാലോ എന്നുള്ളത്. അതുകൊണ്ട് 2 പേന മോസ്റ്റ്ലി ആരും വെക്കാറില്ല. ഇതിപ്പം 15-ാം തീയതി മൊത്തം 15, 16, 16, 17 ആ ഒരു മാസത്തിൽ മൊത്തം നീലപ്പേന. പിന്നെ വേറെ ഏതെങ്കിലും മാസത്തിലെങ്ങനെ കറുത്ത പേന ഉപയോഗിക്കാമെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജൂണിൽ കറുത്ത പേന ആയിരിക്കും, നീലപ്പേന തീരുകൊണ്ട് ജൂണിൽ കറുത്ത പേന ആയിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ജൂണിൽ പോയി ചിലപ്പോൾ കറുത്ത പേന ഇട്ടിരുന്നു, അത് വെച്ച് എഴുതി വെച്ച്. ഇതായിരിക്കും. ഇതുപോലെ ആവാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. അതുകൊണ്ട് ഈ മഷി ഒരു കളർ വ്യത്യാസം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി വേണം ദിയ വന്ന് പറയാം, അത് ഞാൻ കൊണ്ടുപോയി പേന വെച്ചിട്ടാണ്, ഞാൻ മറ്റൊരു പേന ഉപയോഗിക്കത്തില്ല, ഞാൻ കൊണ്ടുപോയി പേന വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്, അതുകൊണ്ടാണ് അത് മാത്രം കറുത്തിരിക്കുന്നത് എന്ന് പറയാം. പക്ഷെ എന്നാലും അവിടെ സംശയങ്ങൾ അങ്ങോട്ട് തീരുന്നില്ലല്ലോ. വേറെയും കുറച്ച് സംശയങ്ങളുണ്ട്. ഈ ഫോട്ടോ പരിശോധിക്കുവാണെങ്കിൽ ദിയയ്ക്ക് മുമ്പ് വന്ന ആളുകളോ ശേഷം വന്ന ആളുകളോ അവർ വേണ്ട എഴുതി വെച്ചിട്ട് പോയേക്കാണ്, ഒരു പർപ്പസ് എഴുതി വെച്ചിട്ട് പോയേക്കാണ്. ആരും വന്ന സമയമോ ഡേറ്റോ ഒന്നും എഴുതുന്നില്ല. ഡേറ്റ് ഓൾറെഡി ഉണ്ട്, സമയം എഴുതിയിട്ടില്ല. പക്ഷെ ദിയ മാത്രം എന്താണ്ട് കറക്റ്റായിട്ട് 11:30 AM വന്നു, 1:20 AM പോയാ. AM ആണോ PM ആണോ? അതായത് രാത്രി 1:20 ആയിരിക്കത്തില്ല. AM പോയെന്ന് പറയുമ്പോഴത്തേക്ക് രാത്രി 1:20. ഇത് AM ആണല്ലേ എഴുതി വെക്കുന്നത്. അതായത് 1:20 പാതിരാത്രി 1:20 പോയെന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റത്തില്ല. കാര്യം അവർക്ക് ഉറങ്ങിയൊക്കെ വേണ്ടേ. 11
1:20 ഉച്ചയ്ക്ക് 1:20 കഴിഞ്ഞിട്ട് പോയി. ഇനി നാളെ പാതിരാത്രി 1:20 അവിടെ പോയെന്ന് പറഞ്ഞ് വരില്ല കേട്ടാ. ഒന്നാമത് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഉറക്കമൊക്കെ വേണ്ട ആളുകളാണ്. ദിയ വന്നതിന് മാത്രം നാളുടെ പേന ഡേറ്റ് സജിന പറഞ്ഞ ഡേറ്റ് എന്നായിരുന്നു 15-ാം തീയതി 12-നും 12:30-ക്കും ഇടയ്ക്ക്. കൃത്യം കണ്ട് ഈ ഒരു സമയത്തിന്റെ ഇടയ്ക്ക് വരും സജിന പറഞ്ഞ സമയം. ഇത് എന്തിനാണ് ആരെയാണ്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ സമയം എഴുതി വെച്ച പോലൊരു ഫീല്. എന്തിനാണോ എന്തോ. അതും പോരാഞ്ഞിട്ട് മറ്റൊരു സാധനവും കൂടെ താണ്ടെ ഒപ്പ് നിങ്ങൾ നോക്കിക്കോ. എല്ലാവരും താണ്ട് ഇവിടെ എഴുതിയിട്ട് താണ്ട് ഇവിടാണ് ഒപ്പിട്ടേക്കുന്നത്. ഇവിടെയും താണ്ട ഇവിടെ എഴുതിയിട്ട് ഇവിടെയാണ് ഒപ്പിട്ടേക്കുന്നത്. ദിയക്ക് വേണമെങ്കിൽ താണ്ട ഇവിടെ എഴുതിയിട്ട് താണ്ട് ഈ ലൈനകത്ത് ഒപ്പിടായിരുന്നു. പക്ഷെ ദിയ താണ്ട് ഈ ഇവിടെ നോക്കിയാണ് ഒപ്പിട്ടേക്കുന്നത്. എന്തിനാണ് ഇത്രയും സ്ഥലത്ത് ഇങ്ങനെ ചുക്കി ചുളുക്കി ഒപ്പിട്ട് വെച്ചേക്കുന്നത്? ഈ താഴെങ്ങും വിശാലമായിട്ടങ്ങ് ഒപ്പിട്ടാ പോരായിരുന്നോ? അങ്ങനെ ഒപ്പിടാൻ പറ്റൂല. ഇവിടെ ഒപ്പിട്ട് കഴിഞ്ഞാൽ അതാണ്ട് ഈ സാധനത്തിനകത്ത് ഓവർലാപ്പ് ആയി പോകും. ഇവിടുത്തെ ഈ ടൈമായിട്ട് ഓവർലാപ്പ് ആയി പോകും. അതുകൊണ്ടാണ് ഇവിടെ ഒപ്പിട്ടേക്കുന്നതെന്ന് നമുക്ക് വിചാരിക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ ഇതിനകത്തുണ്ടടി. അതുകൊണ്ട് ദിയെ നമുക്കിത് വിശ്വസിക്കാൻ പറ്റുന്നതല്ല. ബാക്കിയൂടെ കേക്ക്. ഒറ്റയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാവിലെ 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ രാത്രി 11 മണി 10 മണി ഈ സമയത്തൊക്കെയാണ് തിരിച്ചു പോകുന്നത്. രാവിലെ വന്നു കഴിഞ്ഞാൽ രാത്രി 10 മണി 11 മണി. ഓക്കെ, രാത്രി 1 മണിക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അന്നേരം അറിയാലോ. അത് സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്ത് ഒരു ഫംഗ്ഷന് വരുന്നെങ്കിലും സുഹൃത്തുക്കളെ കൂടെ വരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 8-9 മണിക്കൂർ ഇവിടെ ഒരു സ്പെൻഡ് ചെയ്തിട്ടേ പോകാറുള്ളൂ. അമ്മമാരുമായിട്ട് ഡാൻസ്, പാട്ട്, അവരെ എന്റർടൈൻ ചെയ്യുക, ഇങ്ങനത്തെ കുറെ ആക്ടിവിറ്റികളുമായിട്ട് പുള്ളിക്കാരി എൻഗേജ്ഡ് ആണ് ഇവിടെ. അപ്പം അവര് പറയുന്നത് ദിയ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് അന്നേരം ഉച്ചയ്ക്ക് 1 മണി തന്നെ 1:20 തന്നെ 11:30 വന്നു 1:20 പോയി. ഓക്കെ, അന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ ദിവസം അന്നത്തെ ദിവസം 15-ാം തീയതി ഫെബ്രുവരിയിൽ 1 മണിക്കൂർ 50 മിനിറ്റ് മാത്രമാണ് ദിയ അവിടെ സ്പെൻഡ് ചെയ്തത്. അവിടെ വന്നിട്ട് മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്യുന്ന ദിയ എന്ത് പറ്റി? അന്നത്തെ ദിവസം മാത്രം ഈ വെറും 1 മണിക്കൂർ 50 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്തു. 2 മണിക്കൂർ തികച്ചില്ല, വെറും 1 മണിക്കൂർ 50 മണിക്കൂർ 9 മണിക്കൂറൊക്കെ അവിടെ ഇവര് വന്ന് പറയുന്നുണ്ട്. 9 മണിക്കൂറൊക്കെ ദിയ വന്നു കഴിഞ്ഞാൽ സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന്. എന്ത് പറ്റി ദിയ? അതെന്ത് പറ്റി? അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തെളിവിൽ നമുക്ക് ഇങ്ങോട്ട് കുറച്ച് ഡൗട്ടുണ്ട്, വിശ്വസിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾ അന്ന് വന്നത് ആ സമയത്ത് സജന വന്നതിന്റെ ഒരിതുണ്ടല്ലോ. സജിന വന്നിട്ടുണ്ട് 1-ാം തീയതി. അല്ല, സജന വന്നതിന്റെ വീഡിയോ എന്റെ ഇൻസ്റ്റഗ്രാമിലുണ്ട്. അപ്പൊ മനസ്സിലാവും സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ് ആണ്. പക്ഷെ ഒരു കാര്യം എന്നിട്ട് എന്ത് പരിശോധിക്കാത്തത് പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ ഇമോഷണൽ ആയിട്ടൊന്നും ഒരു കാര്യമില്ല. നിങ്ങൾ വെച്ചേക്കുന്ന തെളിവ് ഇനഫല്ല, ഭയങ്കര സംശയം ഉണ്ടാക്കുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾ വെച്ചേക്കുന്ന തെളിവുകളെ സാധൂകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതേ ദിവസം വന്ന സ്ഥിതിക്ക് ഒരു ഫോട്ടോ എടുക്കുകയോ സെൽഫി എടുക്കുകയോ അല്ല അവരുടെ കൂടെ നിന്ന് എടുക്കുന്ന എന്തെങ്കിലും വോട്ടവർ എന്തെങ്കിലും കാണാതിരിക്കത്തില്ലല്ലോ, അത് വെക്കാം. താണ്ടെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡിനകത്താണെങ്കിൽ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ താണ്ടെ ഇങ്ങനെ കാണും, ഡേറ്റും ഡീറ്റെയിൽസും ഒക്കെ. ഐഫോണിനകത്താണ് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുന്നു. ഞാൻ ഐഫോൺ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് വലിയ ധാരണയില്ല. ഒന്നെങ്കിൽ അത് വെക്കുക, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ CCTV ഉണ്ടെങ്കിൽ CCTV ഫുട്ടേജ് വെക്കൂ, എന്തെങ്കിലും വെക്കൂ. ഐഫോണിനകത്താണെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ അറിയുന്ന സംഭവം ഉണ്ടല്ലോ, ഈ സമയത്തിനുള്ളിൽ ഇന്ന സ്ഥലത്താണ് ലൊക്കേഷൻ അറിയുന്ന ഒരു ഓപ്പ് ഉണ്ടല്ലോ, അത് ഓണാക്കിയിരിക്കുകയാണെങ്കിൽ ആ സംഭവങ്ങൾ വെക്കൂ, എന്തെങ്കിലും ഒന്ന് വെക്കൂ. നമുക്കതിന് അറിയാൻ പറ്റും ഈ സമയത്ത് നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. അതായത് ഇങ്ങനെ 2 വരിയിടയ്ക്ക് ഇങ്ങനെ എഴുതി വെച്ചേക്കുന്ന അത് നമുക്ക് ഒരിക്കലും അങ്ങോട്ട് പറ്റുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇമോഷണലായി പറഞ്ഞിട്ടൊന്നും ഇവിടെ യാതൊരു കാര്യമില്ല. ദിസ് ഈസ് ആൻ അവരാധ കണ്ടന്റ്. അതുകൊണ്ട് ഇമോഷൻ ഇവിടെ പ്രാധാന്യമില്ല. ഇതിനകത്തുള്ള എല്ലാ എണ്ണവും ഉടായ്പകളും ഉടായ്പന്മാരുമാണ്. സോ ഈ ഒരു സംശയം എനിക്ക് മാത്രം തോന്നിയതല്ല. നിങ്ങളുടെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ ഫോളോ ചെയ്യുന്ന പല ആളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലില് ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്.
ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എന്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ 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 പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിയ കൊടുപ്പുകാരി, കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറേ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഒരുപാട് വഴിതിരിഞ്ഞു പോകുന്നു. അത്ര അങ്ങോട്ട് വഴിതിരിഞ്ഞൊന്നും വലിച്ചു വിടണ്ട കേട്ടോ. നേരെ പോ. ഇതിനിടയ്ക്ക് സംഘപരിവാറിനൊന്നും പിടിച്ചിടേണ്ട ആവശ്യമില്ല. അതൊക്കെ വേറെ കഥകൾ. അങ്ങനെ നോക്കുകയാണെങ്കിൽ സജിന ഫിറോസും മുസ്ലിം അല്ലേ? ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനവില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജിന ചെയ്തുകൊണ്ടിരിക്കുന്നത്, സജിന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജിനയുടെ റസൂൽ പൂക്കുട്ടിയുടെയും കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് 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 വരാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എന്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഈ സജനയും ഇവരും ഒക്കെ പറയുന്ന ഏതാണ്ട് സെയിം കാര്യങ്ങൾ തന്നെയാണ്. ചില വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മാത്രം. ഇവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയാണ്. തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട്, താൻ നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാൻ പാകത്തിനുള്ള ഒരു തെളിവുകളൊന്നും ആർക്കും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പരസ്പരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിഞ്ഞ് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. സജന എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യം തന്നെ. ദിയാസനയുടെ കാര്യത്തിൽ ഡൗട്ട്ഫുൾ ആണ്. ഇവർ ഡ്രഗ് അടിച്ചിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഞാൻ പറയുന്നില്ല, നമ്മൾക്ക് അറിയില്ല. പക്ഷെ ഈ കാണിച്ചേക്കുന്നത്, നിങ്ങൾ അടിച്ചിട്ടില്ലെന്നും പറഞ്ഞ് കാണിച്ചേക്കുന്ന തെളിവുകൾ അത് പോരാ. പക്ഷെ സജനയുടെ കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, പറയുന്ന ഓരോ കാര്യങ്ങളും 100 അല്ല 150% നുണയാണ്. ഇനിയും ഒരുപാട് ആരോപണങ്ങൾ വരും പല ആളുകൾക്കെതിരെ. അത് എന്തിനു വേണ്ടിയിട്ടാണ്? സജനയുടെ കാര്യം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി സജന പറയുന്ന ബാക്കി കാര്യങ്ങൾ കേൾക്കാം. ഓക്കെ, എനിക്ക് എന്നല്ല ഒരു വിശ്വാസമുണ്ട്. പക്ഷെ എന്താ ദിയക്ക് ഒരു വിശ്വാസം ഇല്ലേ? അത് മറയ്ക്കാൻ വേണ്ടി ദിയാസനെ കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരവും തെണ്ടിത്തരവും തന്നെ പറയാം. കാരണം ഇപ്പൊ കാണിച്ച ഈ വോയിസ് റെക്കോർഡ് ലീക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ, പല ചാനൽസുകാരുടെ കയ്യിലും ആ വീഡിയോ വോയിസ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളെല്ലാം ബഹുമാനിച്ച് തന്നെ പറയുന്നത്, യൂട്യൂബ് ചാനൽസ് നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ, പക്ഷെ നിങ്ങൾ ലീഗൽ വശം മനസ്സിലാക്കാതെ നിങ്ങൾ അത് പ്ലേ ചെയ്യരുത്. അങ്ങനെ പ്ലേ ചെയ്തിട്ടുള്ളവരെല്ലാം ദയവ് ചെയ്ത് ഡിലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇത് കേസ് വഴി പോകുന്നതാ, ഇത് ആര് വഴി വന്നു, എങ്ങനെയാണെന്നുള്ള എല്ലാം വെളിയിൽ വരും. നിങ്ങളും കൂടെ നിങ്ങളെ ചാനലും കൂടെ പൂട്ടുന്ന രീതിയിലായിരിക്കും. ആ കോൺഫിഡൻസ്, ഇതിന്റെ ഒരു പൊടി കോൺഫിഡൻസ് എങ്ങാനും ഉണ്ടായിരുന്നു, ഞാനൊക്കെ വേറെ ലെവലായി അറിയാനേ. കള്ളത്തരം പറയുമ്പോഴും ആ ഒരു കോൺഫിഡൻസ് കണ്ടോ? ഇവരിപ്പോ ചെയ്തോണ്ടിരിക്കുന്നതാണ് ഈ കോൾ റെക്കോർഡും ദിയാസനയുടെ തലമണ്ടക്ക് ഇട്ട് കൊടുക്കുകയാണ്. അത് അവർ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം കുടുങ്ങാൻ പോകുന്നത് സജന തന്നെയാണ്. പോലീസ് ഈ വോയിസ് റെക്കോർഡ് എവിടുന്നാണ് ലീക്ക് ആയതെന്ന് ചികഞ്ഞു പോയി കഴിഞ്ഞാൽ നിന്റെ അടുത്തേ വരത്തുള്ളത്, 100% ഉറപ്പാ. എല്ലാവർക്കും അയച്ചു കൊടുത്തതും നിങ്ങൾ തന്നെയാണെന്ന് തെളിയുകയും ചെയ്യും. കാരണം അതിന്റെ പ്രൈമറി സോഴ്സ് നിങ്ങളാണ് ആ കുട്ടിയോട് സംസാരിച്ചത്, നിങ്ങളാണ് അത് റെക്കോർഡ് ചെയ്തത്, നിങ്ങളുടെ ഡിവൈസിലാണ് അത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ആർക്കൊക്കെ അയച്ചു കൊടുത്തെന്നും എത്ര തവണ അയച്ചു കൊടുത്തെന്നും ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും തെളിയുകയും ചെയ്യും, നീ കുടുങ്ങുകയും ചെയ്യും പോലീസ് അന്വേഷണം വന്നു കഴിഞ്ഞാൽ. ഇത്രയൊക്കെ തെമ്മാടിത്തരം തൊട്ടിത്തരം കാട്ടിക്കൂട്ടിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഒരു ഉളുപ്പില്ലാതെ, നാണമില്ലാതെ, മാനമില്ലാതെ ഇങ്ങനെ, അതൊന്നും ഇല്ലെന്നറിയാം, എന്നാലും ചോദിച്ചു പോവുക. എങ്ങനെ സാധിക്കുന്നിത്? സത്യം നമുക്ക് മനസ്സിലാവുന്നില്ല. ആ തൊലിയുടെ ഇച്ചിരി അങ്ങനെ ചെത്തി മറ്റേ നാച്ചയ്ക്ക് കൊടുക്കുക, അവര് ബുള്ളറ്റ് പ്രൂഫ് അത് വെച്ച് ഡെവലപ്പ് ചെയ്ത് തരും. അമ്മാതിരി കട്ടിയാണ്. ഇപ്പം എത്രയോ വോയിസ് റെക്കോർഡ് ഞങ്ങളതെല്ലാം വന്നു, അത് ഓക്കെ, അത് അവിടെ കിടന്ന് ഇതായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതുപോലെ അല്ല 17 വയസ്സുകാരി ആവാത്ത ഒരു പൂർത്തിയാവാത്ത ഒരു കൊച്ചിന്റെ ആ സമയത്ത്, ഇപ്പൊ കുട്ടിക്ക് 18 വയസ്സുണ്ട്, പക്ഷെ അതൊരു അതിജീവിതയാണ്. ആ കുട്ടിയെ ഇതിനകത്തിട്ട് ഒരു വിക്ടിമിനെ അതിനകത്തിട്ട് ഇതാക്കരുത് നിങ്ങൾ ദയവ് ചെയ്ത്. ഞാൻ നിങ്ങളുടെ റിക്വസ്റ്റ്
റിക്വസ്റ്റ് ചെയ്യാണ്. പിന്നെ ഇതാര് നിങ്ങൾ ഇനിയും ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടും നിങ്ങൾ അത് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തന്നെയാണ്. ഞാനിത് സ്റ്റേഷനിൽ കൊണ്ട് നേരത്തെ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ റെക്കോർഡ്സ് കാര്യങ്ങൾ, എന്റെ പേഴ്സണൽ കാര്യങ്ങൾ ലീക്കാവും, എനിക്ക് പേടിയുണ്ട്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ നേരത്തെ അന്നേ ഞാൻ കേസ് ഫയൽ ചെയ്ത് വെച്ചുകൊണ്ട് എന്തായാലും എന്റെ തലയിൽ വരത്തില്ല. ഞാൻ ലീക്ക് ആയിട്ടുണ്ടെങ്കിൽ 2 ചാനൽ വെച്ചിട്ടുണ്ട്, അവർക്കും ഈ ലീഗൽ വശം ആയതുകൊണ്ട് അവരും ലീക്ക് ആക്കത്തില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അപ്പം ലീക്ക് ആക്കിയ വ്യക്തി ആരാണെന്ന് എനിക്ക് വ്യക്തതയായിട്ടുണ്ട്. കാരണം ഇത്രയും വോയിസ് റെക്കോർഡ് ആരൊക്കെയാണോ ലീക്കാക്കിയ ആ ദിയാസന തന്നെയാണ് ഇത് ലീക്കാക്കിയിരിക്കുന്നത്. ഈ വോയിസ് ആദ്യം യൂട്യൂബിൽ വരുന്നത് ജൂൺ 19 ഇന്ന് ജൂൺ 23. ഇത്രയും ദിവസം ഇവർക്ക് ഇതിനെപ്പറ്റി പറയണ്ടായിരുന്നു, പ്രതികരിക്കണ്ടായിരുന്നു, വീഡിയോ ചെയ്യണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ ഒരു ചേതോ വികാരം അതെന്തായിരുന്നു? പുതിയ അലിഗേഷനിൽ അവരുടെ തലയിലോട്ട് ഇട്ട് കൊടുക്കാൻ, റൂട്ട് മാറ്റി വിടാൻ വേണ്ടിയിട്ട്. ഇവരുടെ ആവശ്യം അത് പുറത്തു വിടണമെന്നായിരുന്നു, ആ ഒരു വോയിസ് പുറത്തു വിടണമെന്നായിരുന്നു. അങ്ങനെയെങ്കിലും ഇതിന്റെ ഡൈവേർഷൻ, ഈ റൂട്ട് മാറ്റണം, ഈ റസൂൽ പൂക്കുറ്റി സജനയിലോട്ട് വരുന്ന ആ സാധനം ഡൈവേർട്ട് ചെയ്ത് വിടണം. ആ വീഡിയോ ഇറങ്ങി 3, 4, 5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ആൾക്കാർ കേട്ടു, അതിന് കേൾക്കാൻ ആരുമില്ല, ചർച്ചാ വിഷയമായി. അതിനെ പിന്നെയും പിടിച്ചിട്ടിട്ട് പിന്നെ അതിന്റെ മേളിൽ ചർച്ച ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ക്രെഡിറ്റ് ദിയാസനയ്ക്ക്. നിന്റെ കാഞ്ഞ ബുദ്ധിയാണ്, ബുദ്ധി കൊള്ളാം, പക്ഷെ നടപടിയാവൂല. ഡൈവേർഷന് വേണ്ടിയിട്ടാണെങ്കിൽ പുതിയ വേറെ വല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. ഈ മാതിരി ചീള് കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡൈവേർട്ട് ആവൂല. പൂക്കുറ്റി സജന സംഭവം ഓക്കെ. അപ്പം ഞാൻ ദയവ് ചെയ്ത് ഞാൻ പറയുവാ, വീണ്ടും വീണ്ടും ദിയയുടെ കാര്യങ്ങൾ മറക്കാൻ വേണ്ടി ദിയ പല കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കുക. ദിയാസന, നീ ഇപ്പോഴും ഞാൻ പറയുന്നു, നീ ചെയ്തിട്ടില്ല എങ്കിൽ, ഞാനിപ്പം എന്റെ ഡേറ്റ് വന്നിട്ട് ആ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല, ഈ ഡേറ്റിൽ ഇവിടെ എത്തിയിട്ടില്ല എന്ന് നീ പറയുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യൂ കുട്ടി. പേടിയുണ്ടോ? എന്തിനാണ് ഈ വെറുതെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? തെറ്റ് ചെയ്യാത്തൊരു പേടിക്കുന്നില്ല, വന്ന് ചെയ്തേനെ. ദിയാസന ഇങ്ങനത്തെ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ഞാൻ പറയുന്നതിന് മുമ്പേ ദിയാസന ടെസ്റ്റ് ചെയ്തേനെ. അതല്ലാതെ ഡേറ്റുകളും മറ്റേതും മറിച്ചതൊന്നും കൊണ്ടുവരാതെ ടെസ്റ്റ് ചെയ്ത് കാണിക്കൂ. അല്ലെങ്കിൽ ലീഗൽ എനിക്ക് വന്ന് ഞാൻ വേണ്ട എനിക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്നിപ്പോ ഞാൻ അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, റിസൾട്ടും കാര്യങ്ങളും എങ്ങനെയെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളെ മുന്നിൽ കൊണ്ടുവെക്കും. എന്നെ കുറിച്ച് ഒരു വല്ലാത്തൊരു രീതിയിൽ ഒരു പെൺകുച്ചും പറയുന്നുണ്ട്. അവളെ ഡീറ്റെയിൽസും പയ്യെ നിങ്ങൾക്ക് കിട്ടിക്കോളും. അവൾ എന്താണെന്നുള്ളതും ഞാൻ കുറെ ആൾക്കാർക്ക് അവരുടെ ഡീറ്റെയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവരെന്താണെന്നുള്ളത് ചാനലുകാർക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ റോഷിനി എന്താണെന്ന് ദുബായിലും തിരക്കുക. റോഷിനിയുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അതിന്റെ കുറെ തെളിവുകൾ കുറെ മീഡിയക്കാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നില്ല, ഒന്നും പുറത്തോട്ട് വരുന്നില്ലല്ലോ. അതും പറയും. അപ്പം ഈ പുള്ളിക്കാർ ഇവരെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവരണം. നിങ്ങൾ ദയവ് ചെയ്ത് എന്നെ ഇങ്ങനെ ക്രൂശിച്ച് നിങ്ങൾ ഒരു ബിസിനസ് ആക്കാതെ നിങ്ങൾ നല്ല ഇങ്ങനെ വൃത്തികേട് ചെയ്യുന്ന ആൾക്കാരെ പുറത്ത് കൊണ്ടുപോകും. അയ്യോ വൃത്തികേടിയാത്ത കുഞ്ഞി പുണ്യാളത്തെ കണ്ടോ? ഓവനത്തുള്ള പുണ്യാളത്തി. പ്ലീസ് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ നിങ്ങളെ ചാനലുകാരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ്. പ്ലീസ് അതൊക്കെ കൊണ്ടുപോവാ. നിങ്ങള് കുറച്ചുകൂടെ ഈ റിക്വസ്റ്റ് എടുക്കൂല. ഇതിന് വൃത്തിയായിട്ട് റിക്വസ്റ്റ് സഹിതം ഞാൻ ഇട്ടുതരാം. ഓരോ വ്യക്തികളുടെ ദിയാസന, ആൻമരിയ, പിന്നെ അടുത്ത കഥാപാത്രത്തിന്റെ അപരാധം, അതുപോലെ തന്നെ ഈ പറഞ്ഞ റോഷിനി, ഇവരുടെയൊക്കെ തെളിവ് സഹിതം. അതായത് ദിയാസനയുടെ ഈ തെളിവ് എന്ന് പറയുന്നല്ലാതെ വായ്ത്താളമല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാ? എനിക്ക് അറിയില്ല. ദിയാസനയുടെ അറിയാവുന്ന എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യം ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന് തർക്കിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദിയാസന അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ദിയാസന ടെസ്റ്റ് ചെയ്യും. എന്റെ വീട്ടിൽ വന്നിട്ടില്ല അങ്ങനെയെന്നുള്ള പല അലിഗേഷൻ ദിയാസന പറഞ്ഞു. അങ്ങനെയല്ല ദിയാസന ചെയ്യേണ്ടത്. നീ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യത്തോടെ നീ വന്ന് ടെസ്റ്റ് ചെയ്യണം. പിന്നെ അതേപോലെ ആൻമേരിയുടെ കാര്യം. ആൻമേരി പറഞ്ഞു 10 വർഷമായിട്ട് ഞാനൊരു വോയിസ് റെക്കോർഡ് കേട്ടതാ. 10 വർഷമായിട്ട് ഞാൻ ഭയങ്കര അന്തസ്സായിട്ട്, എന്റെ പൊന്നു മോളെ, ഞാൻ 1.5 വർഷത്തെ പരിചയമാണ് നിനക്കുള്ളത്. 1.5 വർഷം, 1.25 വർഷം. ആ 1.25 വർഷത്തിനകത്ത് നീ കാണിച്ചു കൂട്ടി 5 അവന്മാരെ പ്രേമിച്ചതും 5 അവന്മാരെ പറ്റിച്ചതിന്റെ കഥ തെളിവ് സഹിതം എന്റെ കയ്യിലുണ്ട്. കണ്ടില്ലേ? ഓരോന്നോരോന്ന് ഇറക്കി വിട്ടോണ്ടിരിക്കുകയാണ്. ആദ്യം ദിയ, അത് കഴിഞ്ഞ് റോഷിനി, ആൻഡ് അതിപ്പം പുതിയ കഥാപാത്രം വന്നു ആൻമരിയ. ഇനി കുറച്ച് നാളത്തേക്ക് ആൻമരിയ അപരാധങ്ങളായിരിക്കും. പല കാര്യങ്ങളും എടുത്തിട്ടിട്ട് പൂക്കുറ്റി കഥ മുക്കാനുള്ള പരിപാടിയാ. സജന പൂക്കുറ്റി നാറിയ കഥകൾ പുറത്തു വരരുത്. ഇനിയും പുറത്തു വരാനുണ്ട്, ശരിക്കും പുറത്തു വരാനുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ഈ കേട്ടതൊക്കെ ടീസർ മാത്രമാണ്. ഇവരുടെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ അടിച്ച് പിരിയുന്നതിന് മുമ്പുള്ള ഈ മൊത്തത്തിലുള്ള ഈ സർക്കിള്, ഫ്രണ്ട് സർക്കിള്, ഇതിനകത്തുള്ള എല്ലാ എണ്ണവും പുണ്യാളത്തിലാണെന്ന് ഞാൻ പറയത്തില്ല. എല്ലാ ലോക ഫ്രോഡുകള്, അലവലാദികള്. പക്ഷെ ഇത്രയും കാര്യങ്ങൾ കേട്ട സ്ഥിതിക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, കൂട്ടത്തിൽ ഏറ്റവും വലിയ അലവലാതി ഇവര് തന്നെ, സജിന തന്നെ. അതിനകത്ത് യാതൊരു സംശയമില്ല. ആൻമരിയുടെ 5 കാമുകന്റെ കഥയാണ് സജിന പറയുന്നത്. ഫിറോസ് വന്നിട്ട് അതിന് മുമ്പ് കുറച്ചാക്കുമ്പോൾ ഒരു 9 കാമുകന്മാരുടെ കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്താണ് പറയണത്? അതിനെപ്പറ്റി 2 വാക്ക് പറഞ്ഞില്ല ഇതുവരെ. അതോടെ ഒന്ന് പറഞ്ഞിരുന്നേ നന്നായേനെ. 5 ഇവിടെ കിടക്കുന്നു, 9 ഇവിടെ കിടക്കുന്നു. അന്നേരം മുൻതൂക്കം സജിനയ്ക്ക് തന്നെ. ചൊറിയാൻ നിന്നാ ഞാൻ ഇതും കൂടെ കൊണ്ടിടും.
പെൺകൊച്ച് വളർന്നിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ മിണ്ടാതിരിക്കുന്നത്. നീ കൂടുതൽ ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സീരിയൽ സെറ്റിൽ ഒരു പയ്യൻ, പാവം പിടിച്ചൊരു പയ്യന്റെ 40,000, 50,000, 60,000 രൂപ എല്ലാം മേടിച്ച് അവൻ അയച്ചു കൊടുത്തെന്ന് ഞാൻ നിങ്ങളുടെ ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അവൻ അയച്ചു കൊടുത്ത ഫോട്ടോസും ഉമ്മ കൊടുക്കും, കെട്ടിപ്പിടിക്കും, അവരുടെ തമ്മിൽ സംഭാഷണം കാര്യങ്ങളും എല്ലാം ചെയ്തിട്ട് അത് കഴിഞ്ഞപ്പോൾ വേർത്തം വന്നപ്പോൾ ഉടനെ അവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ പോകുന്നു, അവനെയും പറ്റിക്കുന്നു, അവനെയും തെളിച്ചു കളഞ്ഞിട്ട് അടുത്തവൻ ഈ യൂണിവേഴ്സ് മൊത്തം ഇങ്ങനെ അല്ലാതോടെ മൊത്തം ഊമ്പിക്കൽ കഥകളാണല്ലോ. എന്റെ കൂടെ പോകുന്നു, അടുത്തവൻ അത് ഓക്കെ അല്ലെന്ന് പറഞ്ഞപ്പോ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോ അടുത്തവനോട് പോകുന്നു. അങ്ങനെ 5 കഥകള് തെളിവ്. ലാസ്റ്റ് ഒരു ആക്ടറിനെ നശിപ്പിച്ച്, ആ കുടുംബം പോയി നശിപ്പിച്ചതിന്റെ അവരെല്ലാം കുടുംബം നശിപ്പിക്കാത്തൊരു വ്യക്തിയെ കണ്ട, കുടുംബം നശിപ്പിക്കാത്ത വ്യക്തിയെ. അവര് ചത്താലും കുഴപ്പമില്ല, എനിക്ക് മൂക്കുറ്റിയ മതി എന്ന് പറഞ്ഞ ടീമാ. നിന്റെ അടുത്ത് റിവെഞ്ച് മൈൻഡിൽ തന്നെ നിൽക്കുന്നത്. അവരെ നശിപ്പിച്ച ആറാണുങ്ങളിരുന്ന മോളെ. ഞാൻ പോലെ അല്ല, അവരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ തീർന്ന മോളെ. ആണുങ്ങളാ, അവർക്ക് രീതിയിൽ ഇറങ്ങാന്നേ ഉള്ളൂ. അതുകൊണ്ട് ചൊറിയാതെ അവിടെ ഇരിക്കും. ചൊറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അതായിരിക്കും ഞാൻ അടുത്തത് കൊണ്ടുവരുന്നത്. ഇത് നീ ആണുങ്ങളെ പറയുന്നതും വേണ്ട, നിന്റെ മുന്നിലങ്ങ് ഒരാണും പിടിച്ചു നിൽക്കൂല. പൂക്കുറ്റിയൊക്കെ കണ്ടം വഴി യുക്കെലങ്ങാണ്ട് ഓടി. ഫിറോസ് പോയ പോക്ക് പോലും ഇപ്പൊ കാണുന്നില്ല. ആരെങ്കിലും വരുമ്പോ ഇങ്ങനെയുള്ള നിന്റെ അടുത്തൊക്കെ മുട്ടി നിൽക്കാൻ വേണ്ടിട്ട് നാണം കെട്ട് നാറത്തില്ലേ? നീ ഇതുപോലെ ഇത്രയും തൊട്ടിത്തരമായിട്ട് ഇത്രയും നാറിയ രീതിയിലൊന്നും ഒരാണും ഇറങ്ങൂല. സജിനയുടെ വലിപ്പം മനസ്സിലാവാത്തോണ്ടാ. അയ്യോ, ഇങ്ങനൊന്നും ആരും നാറുമല്ലെന്നേ. ഒരാണിന് സഹിക്കാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള നാറ്റമൊന്നും. സജിനയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. സജിന വന്നിനി ഓരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി ആരുടെയൊക്കെ അപരാധങ്ങൾ കഥകൾ പറഞ്ഞു കഴിഞ്ഞാലും സജിനയുടെ ആ ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടല്ലോ, ആ ഒരു തട്ട് താണു തന്നെ ഇരിക്കും. സജിന നാട്ടുകാരെ ബ്ലൂം ചിക്കാക്കിയതാണ്. അതിനാണ് ഇവിടുത്തെ തൂക്കം കൂടുതൽ. ഇവിടെ ആൻമരിയ 60,000, 40,000 ഒക്കെ പറ്റിച്ചോണ്ട് പോയതിന്റെ കണക്കാണ് പറയുന്നത്. പൂക്കുറ്റിയുടെ ഒരു വോയിസ് ഇറങ്ങിയായിരുന്നു, 2 പൂജ്യം കൂടുതൽ അതിനകത്ത്. 40 ലക്ഷം, 60 ലക്ഷത്തിന്റെ കണക്കാ പുള്ളിയോട് എന്ന് പറയുന്നത്. 40 ലക്ഷം രൂപ ക്യാഷ് ആയിട്ട് കൊടുത്തു. പിന്നെ ഒരു 20 ലക്ഷത്തിന് ഡയമണ്ട്, ലോക്കറ്റ്, മാല, വള, കണ്ടകടച്ചാതി എല്ലാ ഐറ്റംസും നീ വലിപ്പിച്ചോണ്ട് പോയെന്നാണ് പൂക്കുറ്റിയുടെ വോയിസിനകത്ത് പൂക്കുറ്റി പറയുന്നത്. അന്നേരം ഈ 40,000 എവിടെ കിടക്കുന്നത്? സജിനെ വന്ന് സ്വന്തം കഥയും കൊണ്ട് പറ, അത് കേൾക്കാൻ ആൾക്കാർക്ക് ഇൻട്രസ്റ്റ്. എന്തിനാ നാട്ടുകാർ പറഞ്ഞു എന്തോ അപരാധമായി പോയി, ഇനിയിപ്പോ നീ തന്നെ നിന്നെ സ്വന്തമായിട്ടൊക്കെ അപരാധിക്കുക, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ പരസ്പരം ചെളി മാരി എറിയുന്നു അല്ലെങ്കിൽ തീട്ടം മാരി എറിയുന്നു നമ്മളൊക്കെ പറയത്തില്ലയോ? ഇവരുടെ പരിപാടി എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, പരസ്പരം ചെളിയോ ചാണകമോ ഒക്കെ ആണെങ്കിൽ കുറച്ച് ചാണകം എടുത്ത് മുഖത്തും എല്ലായിടും അങ്ങ് തേക്കും, എന്നിട്ട് എറിയത്തുള്ളൂ. മനസ്സിലായോ? ഇപ്പൊ ഏറ് കൊള്ളുന്നവനും ചാണകത്തിൽ കുളിച്ച് നിൽക്കുകയാണ്, എറിയുന്ന ആളും ചാണകത്തിൽ കുളിച്ച് നിൽക്കുകയാണ്. നെറ്റ് എഫക്ട് 0 ആണ്. എറിഞ്ഞാലും നാറും, എറിഞ്ഞില്ലേലും നാറും, ഏറ് കൊണ്ടാലും നാറും, മൊത്തം നാറ്റമാണ്. ഇത് മാത്രമാണ് ഇതിനകത്തുള്ളത്. പിന്നെ അതേപോലെ തന്നെ റോഷ്നി, നീ തീർന്നു മോളെ. നിന്റെ എല്ലാ കാര്യവും നിങ്ങൾ സ്വർണം മാഫിയ ചെയ്ത ലാസ്റ്റത്തെ സാധനങ്ങളുണ്ടല്ലോ, തെളിവ് സഹിതം ഞാൻ കുറച്ച് ചാനലുകാർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിന്റെ വോയിസ് റെക്കോർഡും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നീ എന്താണെന്നുള്ളതും തെളിയും. ഈ തെളിവെന്ന് പണയുന്നല്ലാതെ കുറെ നേരമായിട്ട് തെളിവ് നേരത്തെ ഈ സംഭവം വന്നണം തൊട്ട് തെളിവ് ചെയ്ത് ഞാൻ പറഞ്ഞു, തെളിവ് ചെയ്ത് ഒരു തെളിവെങ്കിൽ നിന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഇത് വേറെ യൂട്യൂബ് ചാനലുകൾക്ക് അയച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഇടിപ്പിക്കുക. സ്വന്തമായിട്ട് ഗട്സ് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒന്ന് ഇടും. ഇത് യൂട്യൂബ് ചാനലില്ലേ, എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ എഡിറ്റ് ആളെ വെച്ചിട്ട് ഇടിപ്പിക്കും. ഇങ്ങോട്ട് തെളിവുണ്ടെന്ന് പറയും, നാക്കിട്ടടി മാത്രമേ ഉള്ളൂ, ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ആദ്യം സ്വന്തം കാര്യം തെളിയിക്കാൻ വേണ്ടി കുറച്ച് തെളിവിടും, എന്നിട്ട് ബാക്കിയുള്ളവരെ വലിപ്പിക്കാൻ നിൽക്കുക. കാലം ഒരു ദിവസം സജിന ശരിയാണെന്നോ ആ ഒരു കാര്യം വന്നിരിക്കും. ഇതെല്ലാം എന്നെ ഇന്ന് ക്രൂശിക്കുന്ന ആൾക്കാര് നാളെ നിങ്ങൾ തന്നെ പറയുന്ന ഒരു സമയം വന്നിരിക്കും. ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. ആ ദിവസം വരെ ഞാൻ ജീവനോടെ നിൽക്കുകയും ചെയ്യും. എന്തൊക്കെ കേൾക്കണത് ഇങ്ങനെ കോമഡി എന്ന് പറയാതെ. അന്നത്തെ ദിവസം കാക്ക മലന്ന് പിറക്കും, കോഴിക്ക് മുല കളിക്കും, സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ട് കിഴക്ക് അസ്തമിക്കും, മമ്മൂട്ടി 100 കോടി ക്ലബിൽ കയറും, പോർച്ചുഗലിൽ കപ്പടിക്കും, നെയ്മറിന്റെ കാലിന്റെ പരിക്ക് മാറും, ദൃശ്യത്തിന്റെ ഒരു 50 സീരീസ് എങ്കിലും ആ സമയത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ നടക്കും. അതൊക്കെ കാണാൻ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമോ എന്നുള്ള സംശയം മാത്രമാണ് നമുക്കുള്ളത്. എനിക്ക് എന്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം എനിക്കറിയാം, ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് ഒരു ഡ്രഗ്സ് മാഫിയയിലാണ് ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്, എനിക്കറിയാം. പക്ഷെ നാട്ടുകാരൊക്കെ പറയുന്നത് ഏതോ ഒരു കുറ്റിയിലാണെന്നോ, എന്തോ ഒരു പൂ കിളിക്കുന്ന, എന്തോ ഒരു പ്രത്യേകത പണം കായ്ക്കുന്ന ഒരു കുറ്റിയിലാണ് നീ പിടിച്ചിരിക്കുന്നതെന്നാണ് ഈ ആളുകളൊക്കെ പറയുന്നത്. എനിക്കറിയാം, ദിയാസന എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യാൻ പല ഗ്യാങ്ങുകളും ഉണ്ട്. അവർക്ക് വേണ്ടി പൈസ ഇറക്കി പല ചാനലിലേക്കും പൈസ കൊടുത്ത്, ഇപ്പൊ എല്ലാ ചാനലും ഞാൻ പറയുന്നില്ല, പല ചാനലിലേക്കും പൈസ കൊടുത്ത് ദിയാസനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറെ കാര്യങ്ങളും എന്റെ ഈ ദിയാസനെ തന്നെ മറപ്പിച്ചിട്ട് എന്റെ കാര്യത്തിലോട്ട് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ദിയാസന ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ മാഫിയയിലാണ് ഞാൻ കയറി വെട്ടിക്കുന്നത്. എനിക്കറിയാം, ഞാൻ ഭയങ്കര വലിയൊരു തലയിലാണ് തല വെച്ചിരിക്കുന്നത് എനിക്കറിയാം. പക്ഷെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ഒറ്റയ്ക്ക് പോരാടിയിരിക്കും. ജയ് മകിഴ്മതി, ജയ് മകിഴ്മതി.
പോരാളി സജിന കേരളത്തിലെ ഡ്രഗ് മാഫിയക്കെതിരെ ഒറ്റയ്ക്ക് പോരാടുന്ന കൊല്ലത്തിന്റെ ഝാൻസി റാണിയായിട്ടുള്ള പൂക്കുട്ടി സജിനെയാണ് ഗൈസ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. ദിയാസന, നിന്നെ കൊണ്ട് നീ ടെസ്റ്റ് ചെയ്ത് നിന്റെ റിസൾട്ട് വരുന്നത് വരെ ഞാൻ പോരാടിയിരിക്കും. കാരണം എനിക്ക് എന്റെ കണ്ണുകൊണ്ട് കണ്ട കാര്യങ്ങൾ എന്തായാലും നീ പറയുന്നു അങ്ങനൊന്നും ഇല്ലാന്ന് പറഞ്ഞ് വിശ്വസിക്കാതിരിക്കാൻ എന്റെ മനസ്സ് എന്റെ കണ്ണ് സമ്മതിക്കത്തില്ലല്ലോ. അപ്പൊ അത്രയും ഉറപ്പോടെ പിന്നെ ഈ പറഞ്ഞ നാട്ടുകാരും ഈ കുറെ പെണ്ണുങ്ങളെല്ലാം പറയുന്നുണ്ട് ഞാനിങ്ങനെ ചെയ്ത് നടക്കുന്നത്. ഞാനിവിടെ ടെസ്റ്റ് ചെയ്യാന്നാ പറയുന്നത്. ഞാനിപ്പോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഞാൻ അവർക്ക് റിക്വസ്റ്റ് ചെയ്യാം, എന്താണ് എങ്ങനെയാണ് ചെയ്ത് കാണിച്ചു തരുന്നത്. എനിക്കിത് നമ്മളൊരു ലാബിൽ പോയി ചെയ്ത കണക്കല്ല, ഇത് റൂൾസ് അനുസരിച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തേക്കും എന്റെ റിസൾട്ട് കാണിക്കാൻ. അപ്പം ഉടനെ തന്നെ ദിയാസന ഇതെല്ലാം ലോകം അറിയും എന്റെ മോളെ. എന്താ പറയുള്ളൂ, ഒരു നാൾ കള്ളം പല നാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്ന് പറയുന്ന കണക്ക് മോളെ പിടിക്കപ്പെടും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പോൾ സജിനയുടെ ഈ കോൺഫിഡൻസിന്റെ കാര്യം എന്താ അറിയോ, സജിനെ ചെയ്ത് വെച്ചേക്കുന്ന കള്ളങ്ങളെല്ലാം പിടിച്ചു വരുമ്പോഴത്തേക്ക് ലോകം അവസാനിക്കും. മിനിമം ഒരു 2000 കൊല്ലമെങ്കിലും ഇനി എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കള്ളങ്ങളൊക്കെ ഒന്ന് ചുരുളഴിഞ്ഞ് വരുമ്പോഴത്തേക്ക്. പോരാളി സജിനയുടെ ഒരു മാസ് ഡയലോഗ് കൂടെ നമുക്ക് കാണാം. പിടിക്കപ്പെടും. ഞാൻ ജീവനോടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടും. ചിലപ്പം എന്നെ ഇവളുമാരെ ഈ പറഞ്ഞ കണക്ക് ഡ്രഗ്സ് മാഫിയയിൽ കയറി കളിച്ചുകൊണ്ട് ചിലപ്പം എന്താ സംഭവിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അത് ഞാൻ എഴുതി കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും. പക്ഷെ എന്നെ പറ്റുന്ന രീതിയിൽ ഞാൻ ഇതിനകത്ത് പോരാടും. അതിനെ മറയ്ക്കാൻ നീ പലതും കൊണ്ടുവന്നോ ദിയാസന, എനിക്കറിയാം കൊണ്ടുവരും നീ അത് മറയ്ക്കാൻ വേണ്ടി. പക്ഷെ അതിന്റെ പുറകെ ഞാൻ ഉണ്ടായിരിക്കും ദിയാസന. മാസടേ മാസ്, കൊല മാസ്. പോരാളി സജിന ഒരു കിടിലൻ തന്നെ. അയ്യോ, ഇവരെല്ലാരും പറയുന്ന സെയിം കാര്യങ്ങളാണ്. ആലോചിച്ച് നോക്കിയേ. ദിയാസനയും പറയുന്നത് നീ മറ്റേത് മറയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് പറയുന്നത്, നിന്നെ ഞാൻ വിടില്ല, എന്റെ ജീവൻ വരെ പോരാടും എന്ന് ദിയാസന കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെന്നെ കൊന്നു കളയുമെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് ദിയാസന പറയുന്നുണ്ട്. ഇത് സെയിം ഡയലോഗ് തന്നെ ഇവരും പറയുന്നു, എന്നെ ഇവർ കൊന്നു കളയും. അപ്പൊ രണ്ടു കൂട്ടരും വന്നിങ്ങനെ കൊന്നു കളയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊരു ആര് കൊല്ലും? അപ്പൊ എന്താണെങ്കിലും ഇനി നമ്മൾ കാണാൻ പോകുന്നത്, കേരളക്കര ഇനി വിറ്റ്നസ് ചെയ്യാൻ പോകുന്നത് പൂക്കുറ്റി സജിനയുടെ പോരാട്ടങ്ങളാണ്, ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടങ്ങളാണ്. തൂഫാനിൽ എടുക്കണം കേട്ടോ. നമ്മുടെ ആഭ്യന്തരമന്ത്രി കാണുന്നുണ്ടെങ്കിൽ തൂഫാനിൽ എന്തെങ്കിലും ഒരു വേഷം കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചെയ്യും കേട്ടോ. അപ്പം സജിനയുടെ പുതിയ പോരാട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. കൂടുതലൊന്നും എനിക്കിതിനെ പറ്റി പറയാനില്ല. അപ്പൊ ശരി, ബൈ.